ദൈവത്തിന് സ്തുതി. അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ദൈവത്തിന് നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തിരുമേനി ഉള്ള സഹപ്രവർത്തകരെയും പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൻ്റെ ക്രൂശിൻ്റെ ധ്യാനം നമ്മൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വായിച്ചയുടെ വേദഭാഗം എല്ലാവർക്കും സുപരിചിതമാണല്ലോ. മാർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. ഒരിക്കൽ ഒരു അനാഥാലയത്തിൽ രാത്രിയിൽ ഒരു കുഞ്ഞ് കയറി ചെന്നു. അനാഥാലയം എന്ന് പറയുന്നത് നമുക്കറിയാം, അപ്പനോ അമ്മയോ ആരുമില്ലാത്ത കുഞ്ഞുങ്ങളെ വസിപ്പിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ആരുമില്ലാത്തവർ താമസിക്കുന്ന സ്ഥലമാണ് അനാഥാലയം. അവിടെ ഈ കുഞ്ഞ് കീറി പറഞ്ഞ വസ്ത്രങ്ങളുമായി, വളരെയധികം ജീർണിച്ച വസ്ത്രങ്ങളുമായി ഒരു കുഞ്ഞ് ആ സ്ഥലത്തേക്ക് കയറിപ്പോയിട്ട് അവിടുത്തെ ചുമതലയിലുള്ള ആൾ ഇറങ്ങി വന്നു. പറഞ്ഞ് എന്നെയും കൂടെ ഇവിടെ താമസിപ്പിക്കണമെന്ന് കുഞ്ഞ് പറഞ്ഞു. കുഞ്ഞിൻ്റെ കൂടെ ആരുമില്ല, ആരും വന്നിട്ടില്ല, കുഞ്ഞ് ഒറ്റയ്ക്കാണ്. അപ്പോൾ അവിടുത്തെ ചുമതലക്കാരൻ ചോദിച്ചു, നീ ആരെങ്കിലും കൂടെയാണോ വന്നത്? ആരെങ്കിലും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ടോ? സാധാരണ ഇവിടെ ആരെങ്കിലും അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ, അഡ്മിഷൻ കൊടുക്കണമെങ്കിൽ അവിടെയുള്ള മെമ്പറിൻ്റെ ലെറ്ററോ അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടവർ കൊണ്ടുവന്ന് ഗാർഡിയനായിട്ട് നിന്ന് അവരിവിടെ അഡ്മിഷൻ എടുക്കുകയാണ് പതിവ്. ആരെങ്കിലും ഇതിൻ്റെ കൂടെയുണ്ട്, എന്താണ് നിന്റെ യോഗ്യത? കുഞ്ഞ് തൻ്റെ കീറി പറഞ്ഞ വസ്ത്രം ഇങ്ങനെ എടുത്ത് ഉയർത്തി ആ സാറിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എനിക്ക് ആകെയുള്ള എൻ്റെ യോഗ്യത. ആ കുഞ്ഞ് അനാഥാലയത്തിലെ ആ സാറിനോട് പറഞ്ഞ ഉത്തരവ് ഇതാണ്. കീറി പറഞ്ഞ വസ്ത്രം ഇങ്ങനെ കാണിച്ചിട്ട് ഇതാണ് എനിക്കുള്ളത്, ഇതാണ് എൻ്റെ യോഗ്യത എന്ന് പറഞ്ഞു. ആ സാറ് അവനെ കെട്ടിപ്പിടിച്ച് അവനകത്ത് കൊണ്ടുപോയി അവൻ പുതിയ വസ്ത്രങ്ങൾ കൊടുത്ത് അവിടെ അവനെ താമസിപ്പിച്ചു എന്നാണ് അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ ശാന്തമായ രാത്രി അല്പസമയം നമ്മൾ ചിന്തിക്കുന്നത്, കർത്താവിൽ ഞാൻ നിങ്ങൾ ആരാണ്? കുരിശിൻ്റെ പല നിഴലുകളുണ്ട്. കുരിശിൻ്റെ പല തലങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വേറൊരു നിഴലാണ് ശിഷ്യത്വം എന്നുള്ളത്. ശിഷ്യത്വം, കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുക എന്നുള്ളത് ഒരു കുരിശാണ്. കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുക എന്നുള്ളത് കുരിശിൻ്റെ ഒരു നിഴലാണ്. ആ നിഴൽ നമ്മൾക്ക് അനുഭവിച്ചറിഞ്ഞവരാണ് എന്നതുകൊണ്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ കുരിശ് വഹിക്കുവാനായിട്ട് താല്പര്യത്തോടെ ഇറങ്ങിത്തിരിച്ച ഒത്തിരി പേരുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ കുരിശെടുക്കാനായി മറ്റു പലരുടെയും വിളി കാരണം ഇറങ്ങിത്തിരിച്ചവരുണ്ട്. ഉദാഹരണം, കർത്താവിൻ്റെ ശിഷ്യന്മാരൊക്കെയും കർത്താവ് വിളിച്ചിട്ടാണ് ആ ശിഷ്യത്തിലേക്ക് അവർ കടന്നു വന്നത്. കർത്താവ് ക്രൂശുമായിട്ട് ഭാരം വരെ ക്രൂശും കൊണ്ട് നടന്നു പോകുമ്പോൾ കുറേനക്കാരനെ ശീമോനെ പടയാളികൾ വിളിച്ചിട്ടാണ് വന്നത്. അതുവരെ ആ ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. എന്നാൽ അദ്ദേഹം കർത്താവിൻ്റെ കുരിശ് ചുമന്നു. അന്നു മുതൽ ആ കുറേനക്കാരനായ ശീമോന്റെ ചരിത്രം മാറി, അവൻ കർത്താവിൻ്റെ ശിഷ്യനായി മാറി. കർത്താവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത് ശിഷ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ കുരിശിൻ്റെ ഒരു നിഴലാണ്. കർത്താവിൻ്റെ ശിഷ്യത്വം എന്നത് നമുക്ക് മനസ്സിലാകും. ശിഷ്യത്വത്തെ രൂപാന്തരപ്പെടുത്തുന്നത് കുരിശാണ്. കർത്താവിൻ്റെ വേലക്കാരെ രൂപാന്തരപ്പെടുത്തുന്നത്, കർത്താവിൻ്റെ അനുയായികളെ രൂപാന്തരപ്പെടുത്തുന്നത് കുരിശാണ് എന്ന് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും. 64-ാമത്തെ അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ നീതി പ്രവൃത്തികൾ ഒരു മുഷിഞ്ഞ വസ്ത്രം പോലെ, അല്ലെങ്കിൽ അഴുക്ക് പുരണ്ട ഒരു വസ്ത്രം പോലെ, ജീർണിച്ചൊരു വസ്ത്രം പോലെ ആയിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകനോട് പറയുന്നുണ്ട്. ഈ കുഞ്ഞ് അവിടെ എടുത്തുയർത്തിയ ഉടുപ്പ് പറയുന്നുണ്ട്, എൻ്റെ യോഗ്യത എന്താണ്? എൻ്റെ യോഗ്യത ഈ കീറി പറഞ്ഞ വസ്ത്രം മാത്രമാണ്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് തന്നെയാണ്, ഞാൻ എൻ്റെ നീതി പ്രവൃത്തികൾ അത് കർത്താവേ അങ്ങയുടെ മുമ്പിൽ എന്താണ്? അത് വെറും ജീർണിച്ചതാണ്, അത് വെറും ഒന്നുമില്ലാത്തതാണ്. ശിഷ്യത്വം എന്നുള്ളത് കുരിശിൻ്റെ നിഴലാകേണ്ടുന്ന ഒരു കാലഘട്ടം. കർത്താവിൻ്റെ ശിഷ്യൻ എന്ന് പറയുന്നത് കുരിശിൻ്റെ ഒരു ഭാഗമാകേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ 8-ാമത്തെ അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 34 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടു, എൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവ് പറയുന്ന ഒരു ഭാഗം അവിടെ ഉണ്ട്. ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ.
ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അതൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ക്രൂശ് എടുക്കുമ്പോൾ തന്നെ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, കുരിശെടുക്കണം, അതേസമയം തന്നെ താൻ ത്യജിക്കണം. ഇത് രണ്ടും ഒരേ സമയം ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിയാണ്. ഒന്നാമത്തെ സംഗതി കുരിശെടുക്കണം, അതേസമയം ഞാൻ എന്നെ ത്യജിക്കണം. ഇതെങ്ങനെയാണ് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചിന്തയിലൊക്കെ വരുന്ന വലിയൊരു പ്രശ്നം. എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുക? ഞാൻ എൻ്റെ ശരീരത്തിൽ കുരിശ് വഹിക്കണം, ഞാൻ എൻ്റെ ശരീരത്തിൽ ഈ കുരിശിനെ ഏറ്റെടുക്കണം. ആ കുരിശ് എന്താണെന്നും ആ ഏറ്റെടുക്കൽ എന്താണെന്നും ഒക്കെ താഴോട്ട് നമുക്ക് വായിക്കുമ്പോൾ അറിയാം. ഞാൻ അതിലോട്ട് വരാം. എന്നാലും ഞാൻ ആ കുരിശ് ഏറ്റെടുക്കണം. അതേപോലെ തന്നെ എൻ്റെ ആത്മാവിനെ രക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ഈ കുരിശിനുണ്ട്. നമ്മളത് മുമ്പ് വായിച്ചതാണ്. എന്തുവാ? കർത്താവിന്റെ ക്രൂശ് രക്ഷിക്കപ്പെടുന്നൊക്കെ അത് ദൈവിക ശക്തിയാകുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആത്മാവിന് ഒരു രക്ഷയാണ് കുരിശ്. നമ്മുടെ ശരീരത്തിൽ കുരിശ് വഹിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ഒരു രക്ഷയായി ആ കുരിശ് ഒരു നിഴലായി നിൽക്കുന്നു എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. നമുക്ക് വളരെ രസകരമായ ഒരു ചിന്ത നമുക്കുണ്ട്. കർത്താവിനെ ക്രൂശിച്ച സ്ഥലം ഏതാണ്? കർത്താവിനെ ക്രൂശിച്ച സ്ഥലം ഗോൽഗോഥായിലെ തലയോട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ കാഴ്ച നമ്മുടെ ഇങ്ങനെ കണ്ണിന് മുമ്പിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ച ഭയങ്കര ഭീകരമാണ്. അവിടുത്തെ കാഴ്ച അവിടെ ഇങ്ങനെ വെയിൽ കൊണ്ട് ഉണങ്ങിക്കിടക്കുന്ന പാറകഷ്ണങ്ങൾ, അവിടെ പലരെ ക്രൂശിച്ചതിന്റെ പാടുകൾ, അവിടെ പലരെ ക്രൂശിച്ചതിന്റെ അവശിഷ്ടങ്ങൾ, അതിന്റെ മരക്കുറ്റികൾ, അല്ലെങ്കിൽ കർത്താവിനെ ക്രൂശിക്കാനായിട്ട് നിൽക്കുന്ന പടയാളികൾ, കർത്താവിന് പഴിക്കുന്ന, കർത്താവിനെ ശപിക്കുന്ന ഒരു കൂട്ടം ജനത, അതിന് മധ്യത്തിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ തൂങ്ങി നിൽക്കുന്ന കർത്താവ്. ആ ചിത്രം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് കൊണ്ടുവരണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കുമോ? ഇന്ന് നമ്മുടെ കർത്താവിന്റെ കുരിശ് എവിടെയാണ്? നമ്മുടെ കർത്താവിന്റെ കുരിശ് ഇന്ന് വിശുദ്ധമായ മധ്യത്തിലാണ്. ഇന്ന് നാം അന്വേഷിക്കുന്നത് ഒരിക്കലും ഇങ്ങനെ നികൃഷ്ടമായ ഒരു സ്ഥലത്ത് കർത്താവിന്റെ കുരിശിനെ അന്വേഷിക്കാറില്ല. ഒരിക്കലും പീഡിതരുടെ മധ്യത്തിൽ ചെന്ന് കർത്താവിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാറില്ല. ഒരിക്കലും ഇങ്ങനെ മോശമായ അവസ്ഥയിൽ, ഒരിക്കലും ഇങ്ങനെ കള്ളന്മാരുടെ ഇടയിലോ പാവികളുടെ ഇടയിലോ ചെന്ന് കുരിശിനെ നമ്മൾ അന്വേഷിക്കാറില്ല. മറിച്ച് നമ്മൾ അന്വേഷിക്കുന്നത് വളരെ പരിപാവനമായ മതബുഹയിലോ, അല്ലെങ്കിൽ മാലാഖമാരുടെ മധ്യത്തിലിരിക്കുന്ന ഒരു കുരിശായിട്ടോ, ദൂതന്മാരിങ്ങനെ ചുറ്റും നിൽക്കുന്ന ഒരു കുരിശായിട്ടോ ഒക്കെയാണ് ഇന്ന് കർത്താവിന്റെ കുരിശിനെ നമ്മളെല്ലാം ചിത്രീകരിക്കുന്നത്. എന്നാൽ അന്ന് ആ തലയോട് എന്ന് പറയുന്ന സ്ഥലത്ത് യഥാർത്ഥമായ കുരിശ് അതല്ലായിരുന്നു. യഥാർത്ഥമായ കുരിശ് എന്തായിരുന്നു? കള്ളന്മാരുടെ മധ്യത്തിൽ, പാപികളുടെ മധ്യത്തിൽ, ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി ഒന്നുമില്ലാതായ ചീന്തപ്പെട്ട ഒരു കുരിശായി നമ്മുടെ കർത്താവ് ഉയർത്തപ്പെട്ടു. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം പറയുന്നത് തന്നെ താൻ ത്യജിക്കുക, തൻ്റെ ക്രൂശെടുക്കുക, തന്നെ താൻ ത്യജിക്കുക, തൻ്റെ ക്രൂശെടുക്കുക. അല്പസമയം നമ്മൾ ധ്യാനത്തിനായി തുടങ്ങുമ്പോൾ ദൈവവരങ്ങൾ നമ്മെ പൂർണ്ണമായി എത്തിയ കർത്താവെ, ഞാൻ ഇന്ന് അങ്ങയുടെ കുരിശിനെ ധ്യാനിക്കുകയാണ്. ഞാൻ കാണുന്ന വൃത്തിയുള്ള മനോഹരമായ സ്വർണം പൂശിയ, വെള്ളി പൂശിയ മനോഹര സ്ഥലങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട കുരിശല്ല, മറിച്ച് പാപികൾക്ക് വേണ്ടി അസ്ഥികൂടങ്ങളുടെ മധ്യത്തിൽ, ആ കുരിശിന്റെ മരക്കുറ്റികളുടെ മധ്യത്തിൽ, പടയാളികളുടെ മധ്യത്തിൽ, കള്ളന്മാരുടെ നടുക്കുയർത്തപ്പെട്ട ആ പാപികൾക്ക് വേണ്ടി ഉയർന്ന കുരിശിനെ ഞാനൊന്ന് അങ്ങയുടെ ശിഷ്യൻ എന്നുള്ള രീതിയിൽ ഞാനൊന്ന് ധ്യാനിക്കാനായി ഒരുങ്ങുമ്പോൾ കർത്താവിന്റെ കൃപ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തെ പ്രാർത്ഥന. നമ്മൾ പാടിയ പാട്ട് എല്ലാവർക്കും സുപരിചിതമാണ്. ഇപ്പോൾ മഹത്വ പ്രഭു മരിച്ച, രാവിലെ പറഞ്ഞല്ലോ, ഈസ്റ്ററിന് വേണ്ടി ഞാൻ പറഞ്ഞായിരുന്നു, മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു ആ പാട്ട്. ക്രിസ്തുവിന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു മഹാത്മാഗാന്ധിജി. അദ്ദേഹത്തിന്റെ ജീവിതമാണ് അത് തന്നെയായിരുന്നു. എൻ്റെ ജീവിതമാണ് എൻ്റെ പ്രസംഗം. കർത്താവിന്റെ പ്രസംഗമായിരുന്നു കർത്താവിന്റെ ജീവിതം. അവൻ എന്തിനു വേണ്ടി ലോകത്തിൽ വന്നോ അത് വളരെയധികം കൃത്യതയോടെ ചെയ്ത് കർത്താവ് മാഞ്ഞു. എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. എന്താണ് ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം കുരിശ്? ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ശിഷ്യന് കുരിശ് എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വമാണ്. ഒന്നാമത്തെ കാര്യം, രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ശിഷ്യന് കുരിശ് എന്ന് പറയുന്നത് ഉത്തരവാദിത്വമാണ്. എന്താണ്, എങ്ങനെയാണ് ശിഷ്യന് ഈ കുരിശ് ഉത്തരവാദിത്വമായി മാറുന്നത്? നമ്മുടെ ഉത്തരവാദിത്വം അത് ആർക്കുള്ളതാണ്? നമുക്കുള്ളതാണ്. എൻ്റെ ഉത്തരവാദിത്വം എനിക്കുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ ഉത്തരവാദിത്വം വേറൊരാൾ ഏറ്റെടുക്കും. എൻ്റെ നിങ്ങളുടെ ഉത്തരവാദിത്വം വേറൊരാൾ ഏറ്റെടുക്കും. എൻ്റെ കർത്താവ് അവൻ മനുഷ്യനായി ഈ ലോകത്തിൽ വന്നതിന് വേണ്ടിയാണ്, നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. എന്നെ നിങ്ങളെ ഗാർഡിയനാകാൻ, എന്നെ നിങ്ങളെ വീണ്ടെടുക്കുവാൻ,
എന്നെയും എന്റെ നിങ്ങളെയും ഒരു റെഡീമറായി, ഒരു വീണ്ടെടുപ്പുകാരനായി കർത്താവ് ലോകത്ത് വന്നുവെങ്കിൽ അവന്റെ ശിഷ്യനായി എനിക്ക്, അവന്റെ ശിഷ്യനായി നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഇന്ന് രാത്രി ചിന്തിക്കണം. കുരിശെന്ന് പറയുന്നത് എന്റെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്റെ നിങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി കുരിശാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വളരെ വിചിത്രമായ ഒരു സഹോദര സ്നേഹത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. കയീനും ഹാബീലും എന്ന് പറയുന്ന സഹോദരങ്ങൾ മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ സഹോദരങ്ങൾ. അവിടെ ബലഹീനരും ബലവാനും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ അവിടെയുണ്ട്. കയീൻ ബലവാനായിരുന്നു, ഹാബീൽ ഒരു സാധാരണക്കാരൻ, കർഷകനായിരുന്നു. കയീൻ ഇച്ചിലൂടെ വലുതായിട്ട് ചിന്തിക്കുന്ന ആളായിരുന്നു, ഇച്ചിലൂടെ വേറെ രീതിയിൽ, ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ അവൻ വേറെ ലെവൽ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. ആര്? കയീൻ. ഹാബീൽ സാധാരണക്കാരെ അല്ലെങ്കിൽ ബലഹീനരായവരെ, ദുർബലരായവരെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സഹോദരൻ. അതുകൊണ്ട് തന്നെ കർത്താവ് നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതിയ നിയമത്തിൽ എന്റെ കർത്താവ് ഈ ലോകത്തിൽ വന്നത് ഞാൻ എന്തിനു വേണ്ടിയാണ്? ഞാൻ പാപികളെ തേടി വന്നു എന്ന് പറഞ്ഞു, ദുർബലരെ തേടി വന്നു എന്ന് പറഞ്ഞ കർത്താവ് അന്നും അതുപോലെയായിരുന്നു ദൈവത്തിന്റെ സ്വഭാവം. ആ ദുർബലതയിൽ നിന്നും ഉയർന്ന യാഗത്തെ, ആ ഹാബീലിന്റെ യാഗത്തെ സ്വീകരിച്ച ദൈവം. അത് കണ്ടിട്ട് കയീന് നമ്മൾ ഇന്ന് കാണുന്ന പോലെ കയീൻ അത്ര സുഖിച്ചില്ല. കയീൻ എന്ത് ചെയ്തു? സഹോദരനെ കൊന്നു കളയുന്നു. അവിടെ രണ്ട് ചോദ്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രധാനമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. രണ്ട് ചോദ്യങ്ങൾ ഞാനിവിടെ പറയുന്നത് ഒരു ശിഷ്യന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ്. രണ്ട് ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം ഈ കയീന്റെ അപ്പനോട്, ആദാമിനോട് ദൈവം ചോദിച്ചതാണ്. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു അറിയാമോ? ആദാമേ, നീ എവിടെ? ഒന്നാമത്തെ ചോദ്യം, ആദാമേ, നീ എവിടെ? രണ്ടാമത്തെ ചോദ്യം തന്റെ മകനായ കയീനോട് ചോദിച്ചതാണ്. കയീനോട് ചോദിക്കുന്നു, കയീനെ, നിന്റെ സഹോദരൻ എവിടെ? ഇതാണ് കുരിശിന്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം. ഇന്ന് കുരിശിനെ നിർവചിക്കുന്ന നാം, കുരിശിനെ ധ്യാനിക്കുന്ന നാം ചിന്തിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒന്ന്, ആദാമേ, നീ എവിടെ? എന്നോട് ചോദിക്കുകയാണ് രതീഷേ, അല്ലെങ്കിൽ ഇന്നാളെ നീ എവിടെ? രണ്ടാമത്തെ ചോദ്യം, കയീനെ, നിന്റെ സഹോദരൻ എവിടെ? കുരിശ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ക്രോസാണ്. ഒന്ന് കുരിശായിട്ടാണ് നിൽക്കുന്നത്, ഒന്ന് ഇങ്ങനെ നേരെയും മറ്റൊന്ന് കുറുകയാണ്. ഒന്നാമത്തത് ആ നേരെയുള്ളത് എന്താണ്? ഞാനും ദൈവവുമായിട്ടുള്ളത്. അവിടെയാണ് ദൈവം ചോദിക്കുന്നത്, ആദാമേ, നീ എവിടെ? അതായത് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം. രണ്ടാമത് തന്നെയാണ് ക്രോസ്, ഇങ്ങനെയാണ്. അവിടെ ചോദിക്കുന്ന ചോദ്യം, എന്ന് പറയുന്നത് നിന്റെ സഹോദരൻ എവിടെ? ഈ സൈഡിലുള്ള നിന്റെ സഹോദരൻ എന്ത് ചെയ്യും? ഇവിടെയുള്ള നിന്റെ സഹോദരൻ എന്ത് ചെയ്യും? അതായത് ഭൂമിയിലെ നിന്റെ സഹവാസികളുടെ, നിന്റെ അയൽക്കാരനെവിടെ? ഈ കുരിശ് ശിഷ്യന് നൽകുന്ന ഒരു ആഴത്തിലുള്ള ധ്യാനം എന്ന് പറയുന്നത്, പാഠം എന്ന് പറയുന്നത്, കുരിശ് നിനക്ക് ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇവിടെ രണ്ട് ഉത്തരവാദിത്വമുണ്ട്. ഒന്ന് ദൈവത്തോട്, അതാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് മനുഷ്യരോടും ഒന്ന് ദൈവത്തോടും. ഇതിലേതിലാണ് ഞാൻ നിങ്ങൾ മികച്ചവരാകേണ്ടത്? ദൈവത്തോടുള്ള ഉത്തരവാദിത്വത്തിലാണോ, ഞാൻ നിങ്ങൾ സഹവാസികളോടുള്ള അല്ലെങ്കിൽ മനുഷ്യരോടുള്ള ഉത്തരവാദിത്വത്തിലാണോ മികച്ചവരാകേണ്ടത് എന്നത് എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ചോദ്യമാണ്. ഒരേ സമയം ഇത് രണ്ടും സാധിക്കുമോ? ഒരേ സമയം ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? കർത്താവ് സ്വർഗ്ഗോന്നതിയിലേക്ക് വിട്ട് ഭൂമിയിലേക്ക് വന്നിട്ട് മുഴുവൻ ഈ സഹവാസികളെ വീണ്ടെടുക്കുവാനായിട്ടുള്ള തത്രപ്പാടിലായിരുന്നു. സഹോദരൻ ഈ കയീൻ ഹാബീലിനെ കുറിച്ച് പറയുന്ന ഒരു ഉത്തരമുണ്ട് കർത്താവിനോട്, ദൈവത്തോട്. ദൈവമേ, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണ്. അവൻ കള്ളം പറയാണ് വീണ്ടും. നിന്റെ സഹോദരൻ എവിടെ എന്ന ചോദ്യത്തിന് ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണ്. ഇന്ന് രാത്രിയിൽ അത് നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ ചൂടുപിടിപ്പിക്കുന്ന സ്മൃതിയായിരിക്കണം. ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണ്, ഞാൻ എൻ്റെ സഹവാസിയുടെ കാവൽക്കാരനാണ് എന്നത് നമ്മുടെ പൂർവ്വപിതാവായ കയീൻ ദൈവത്തോട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് എപ്പോഴും ഓർമ്മിക്കണം. ഞാൻ എന്നിലേക്ക് തന്നെ മടങ്ങിയാൽ, ഞാൻ എന്നിലേക്ക് തന്നെ നോക്കിയാൽ, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ, അവിടെ കർത്താവിൻ്റെ കുരിശ് നമുക്ക് ബന്ധം നിൽക്കും. അതായത് നമുക്ക് എതിര് നിൽക്കും. ഞാൻ കർത്താവിന്റെ ശിഷ്യൻ എന്ന ഞാൻ, കർത്താവിന്റെ ശിഷ്യൻ എന്ന് നിരൂപിക്കുന്ന ഞാൻ, കർത്താവിന്റെ വിളി കേട്ട ഞാൻ എന്നിലേക്ക് മടങ്ങിയാൽ, ഞാൻ എന്നിലേക്ക് മാത്രം നോക്കിയാൽ, അവിടെ കർത്താവിന്റെ കുരിശ് എനിക്ക് ബന്ധം നിൽക്കും.
എന്നതൊരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. കഴുത സംസാരിച്ചതുപോലെ, ദൈവദൂതന്മാർ വാളുമായി നിന്നതുപോലെ, പല 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 രീതികളിൽ ദൈവമക്കൾക്കെതിരായി നിന്ന് ബദലായി നിന്ന് ദൈവം അവർക്ക് സൂചകമായതുപോലെ ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, ഞാൻ എന്നിലേക്ക് തിരിയരുത്, ഞാൻ എൻ്റെ സഹോദരങ്ങളിലേക്കും എൻ്റെ സഹവാസികളിലേക്കും തിരിയേണ്ടത് ഈ ശിഷ്യത്വത്തിന്റെ, ഈ കുരിശിന്റെ ഭാഗമാണെന്ന് ഓർത്ത് കർത്താവിനോട് തിരിയുവാൻ, അതെന്റെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കണം. ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഒത്തിരി കർത്താവിനെ അനുഗമിച്ച, കർത്താവിന്റെ വിളി കേട്ട, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരുപാട് നൂറുകണക്കിന് അനുഭവങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. പക്ഷേ ഈ വേദനിപ്പിക്കുന്ന 2 അനുഭവങ്ങൾ, ആദാമിനോടും ഈ കയ്യിനോടും ചോദിച്ച 2 ചോദ്യങ്ങൾ ഒരു ശിഷ്യൻ എന്ന നിലയിൽ എന്നോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ്. ആദാമേ, നീ എവിടെ? കയ്യിന്റെ സഹോദരൻ. നമ്മുടെ ഉത്തരവാദിത്വത്തെ നമുക്ക് ഒന്ന് പോളിഷ് ചെയ്ത് നോക്കാൻ പറ്റുമോ? നമ്മൾ ഈ സ്വർണ്ണമൊക്കെ കടയിൽ കൊടുക്കുമ്പോൾ അവരത് ഒറിജിനലാണെന്ന് അറിയാൻ, അതിൽ ചിഹ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവരിങ്ങനെ ഒന്ന് വരച്ച് നോക്കും, അത് ഒറിജിനലാണോ ഇല്ലയോ ഉള്ളത്. നമുക്കൊന്നുകൂടെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടൊന്ന് വരച്ച് നോക്കാൻ സാധിക്കുമോ? ഞാൻ എൻ്റെ ശിഷ്യനാണോ? എൻ്റെ കർത്താവിൻ്റെ ശിഷ്യനാണോ? ആ കുരിശടയാളം എന്നിലുണ്ട്. എന്താണ് നമ്മുടെ കുരിശ്? നമ്മുടെയൊക്കെ ചിന്തയിൽ കുരിശെന്ന് പറയുന്നത്, എനിക്ക് ഭയങ്കര നടുവേദന, കർത്താവ് എനിക്ക് കുരിശ് തന്നിരിക്കുക. നമ്മൾ സാധാരണ പറയാറുള്ളതാണ് കുരിശ്. ചിലർക്ക് ഭർത്താക്കന്മാർ ഭയങ്കര ഈ കുരിശിനെ എനിക്ക് തന്നല്ലോ. ചിലർക്ക് ഭാര്യമാര്, കർത്താവേ നീ ഒരു കുരിശല്ലേ എടുത്തോളൂ, ഞാനതാ ഭാര്യ മക്കളെല്ലാം കുരിശുകളാണ്, എല്ലാത്തിനും ഞാൻ വഹിക്കുകയാണെന്ന് പറഞ്ഞാണ് നമ്മൾ കുരിശിനെ നിർവചിക്കുന്നത്. കുരിശ് എന്താണ്? കർത്താവിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക. കർത്താവ് തന്റെ കുറ്റത്തിന് വേണ്ടിയായിരുന്നു കുരിശിൽ കയറിയത്. കർത്താവ് തന്റെ എന്തോ പാപത്തിന് വേണ്ടിയാണ് കുരിശിലോട്ട് കയറിയത്? ഒരിക്കലുമല്ല. ഓർത്തുകൊള്ളണം, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ത്യജിച്ചിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും സഹിച്ചിട്ട്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് ദോഷമുണ്ടായാൽ, മറ്റുള്ളവന് വേണ്ടി എന്തെങ്കിലും ഞാൻ നന്മ ചെയ്തിട്ട് എനിക്കൊരു തിന്മയുണ്ടായാൽ, ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്തെങ്കിലും എനിക്ക് പ്രതിഫലമായിട്ട് തിന്മ വന്നാൽ, അതിന്റെ പേര് കുരിശ്. ഓർത്തുകൊള്ളണം, എൻ്റെ ശരീരത്തിലെ രോഗവും എനിക്കുള്ള പ്രയാസങ്ങൾ, എനിക്കുള്ള ബുദ്ധിമുട്ടുകൾ പൗലോസ് പറഞ്ഞത് എന്താണ്? അത് ശൂലം എന്നാ പറഞ്ഞത്. അത് ശൂലമായിട്ടോ കുന്തമായിട്ടോ എന്തെങ്കിലുമായിട്ട് ഇരുന്നോട്ടെ, കുരിശെന്നൊരിക്കലും പറയാം. കുരിശെന്ന് പറയുന്നത് അത് സ്വന്തമായിട്ട് നേടുന്നതിനെയല്ല, സ്വന്തമായിട്ട് അനുഭവിക്കുന്നതിനല്ല, മറിച്ച് വേറൊരാൾക്കുണ്ട്. ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് അതെനിക്ക് തിന്മയായിട്ട് വന്നാൽ, അതെനിക്ക് ദോഷമായിട്ട് വന്നാൽ, അതെനിക്ക് രോഗമായിട്ടോ വേദനയായിട്ടോ വന്നാൽ, അതിന്റെ പേര് യഥാർത്ഥമായിട്ട് കുരിശെന്ന് നമുക്ക് പറയാം. കാരണം എൻ്റെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് കർത്താവിന് വേണ്ടിയായിരുന്നില്ല, പച്ചയായ മനുഷ്യന് വേണ്ടിയായിരുന്നു. 100% എനിക്ക് വേണ്ടിയായിരുന്നു, 100% നമുക്ക് വേണ്ടിയായിരുന്നു. അവൻ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റി അവൻ സന്തോഷത്തോടെ അവൻ മരണം വരിച്ച ആ മഹത്വ പ്രഭു. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, ഐ ലവ് ജീസസ്, ഞാൻ ആ മഹത്വ പ്രഭുവിനെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ആ പാട്ട്, കർത്താവിൻ്റെ പാട്ട് മഹാത്മാഗാന്ധിക്ക് ഇഷ്ടമായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ വാക്കിന് അവസാനിക്കും. ഒന്നാമത് ഞാൻ പറഞ്ഞത്, കുരിശ് എന്ന് പറയുന്ന ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വമാണ്. രണ്ടാമത്തെ സംഗതി, കുരിശ് എന്ന് പറയുന്ന ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉൾക്കൊള്ളലാണ്. ഉൾക്കൊള്ളുക, അക്സെപ്റ്റ് ചെയ്യുക, അതാണ് കുരിശ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് സാധിക്കുക? ഞാൻ ആരോ, ഞാൻ എന്തോ, ആ എന്നെ തിരുമ്മിനെ അക്സെപ്റ്റ് ചെയ്യൂ. അതൊരു യഥാർത്ഥ കുരിശിന്റെ ലക്ഷണമാണ്. ഞാൻ എന്തും ആയിക്കൊള്ളട്ടെ, ഞാൻ എത്ര വൃത്തികെട്ടവനാണെങ്കിലും, ഞാൻ എത്ര മോശക്കാരനാണെങ്കിലും, എന്നെ ആ തലത്തിൽ എൻ്റെ കർത്താവ് സ്വീകരിച്ചു എന്നത് കുരിശിൻ്റെ അടയാണ്. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവ് വന്നിട്ട് എല്ലാവരും സുവിശേഷം പറഞ്ഞത്, നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് സ്നാനം വെച്ചിട്ട് എൻ്റെ അടുത്ത് വന്നാൽ മതി, ഞാൻ ബാക്കി ആപ്ലിക്കേഷനൊക്കെ എഴുതി ഞാൻ മേലോട്ട് അയച്ചുകൊള്ളാമെന്ന് കർത്താവായിട്ട് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, ഇന്ന് ഇപ്പൊ മുതൽ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുക, ഇപ്പൊ മുതൽ സൗഖ്യം വന്നിരിക്കുകയാണ്. നിന്റെ മകൾ വീട്ടിലാണ്, പക്ഷെ അവർക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നീ അവൾ നിന്റെ അടുത്ത് കൊണ്ടുപോകാൻ ഞാൻ അപ്പോൾ പിന്നെ വന്നിരിക്കുന്നു എന്നല്ല, ഇപ്പൊ മുതൽ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ കുരിശിൽ പോലും കർത്താവ് ആ സ്വഭാവത്തെ മാറ്റിയില്ല.
ഇന്ന് നീ എന്നോട് കൂടെ പരദീസായിരിക്കുമെന്ന് പറഞ്ഞ് ഉൾക്കൊള്ളലിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ഒരു കുരിശിൻ്റെ ഒരു മോഡൽ ഒരു ശിഷ്യനെ കാണിച്ചു കൊടുക്കുകയാണ്. അത്ര വലുതാണ് അപ്പോൾ കുരിശിൻ്റെ അർത്ഥം. നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത, നമ്മുടെ ഒന്നും ചിന്താ തലത്തിൽ പോലും വരാത്ത അർത്ഥതലം കുരിശിനുണ്ട് എന്നത് പറഞ്ഞ ഏത് ദിവസവും ഒന്ന് ആ ഒരു വാക്യം വായിച്ചപ്പോൾ അത്രയേ ഉള്ളൂ. അതിനൊന്നും വായിക്കാനേ പറ്റുന്നില്ല, വാക്യങ്ങളൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കുരിശിൻ്റെ തലം അത്രയും വലുതാണ്. ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവനെ അല്ലെങ്കിൽ വേറൊരാളിനെ അതേ അവൻ്റെ എല്ലാ സ്വഭാവങ്ങളോടും കൂടെ, അവൻ്റെ എല്ലാ രീതികളോടും കൂടെ, അവൻ്റെ എല്ലാ പാപ സ്വഭാവങ്ങളോടും കൂടെ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചാലും ഉദാഹരണം ഏത് പുസ്തകത്തിലുണ്ട്. നല്ല സംഖ്യാക്കാരൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ പലരും വന്ന് ഈ ബാധിക്കപ്പെട്ടവനെ കണ്ടിട്ട് പോകുന്നുണ്ട്. പലരും വന്നിങ്ങനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നു. സംഖ്യാക്കാരൻ വന്നിട്ട് അവിടെ എന്ത് ചെയ്തെന്ന് അറിയാമോ? മോനെ ഇതിൻ്റെ ആഹാരം തന്നെ എന്ന് ചോദിച്ചു. സംഖ്യാക്കാരൻ വന്നിട്ട് അല്ല നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചില്ല. നീ എന്തിനാണ് ഇതുവഴി രാത്രിയിൽ ഒരു മനുഷ്യനും പോകാത്ത വഴി കൂടെ നീ എന്തിനാണ് രാത്രി പോയതെന്ന് ചോദിച്ചത്. നമ്മൾ ആരെങ്കിലും സഹായിക്കാൻ പോയത് നമ്മൾ ഒരു 100 കാര്യം പറഞ്ഞിട്ട് അവനെ സഹായിക്കുമോ? വല്ല കാര്യം ഉണ്ടാകുന്നത് ചെയ്യാനായിട്ട് എന്തിനാണ് ഈ സമയത്ത് പോയത് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ സഹായിക്കും. സമരക്കാരൻ എന്ത് ചെയ്യുന്നറിയാമോ? അവന് വേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ കൊടുത്ത് അവനെ എടുത്ത് കഴുതത്തൊക്കെ കയറ്റി കഴിയുമ്പോഴേക്ക് കൊണ്ടുപോയി. എന്നാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ശിഷ്യത്വം എന്ന് പറയുന്നത് ഉൾക്കൊള്ളുക എന്നുള്ളത് ആരും എന്തും ആയിക്കൊള്ളട്ടെ, അതൊന്നും എൻ്റെ വിഷയമല്ല. കർത്താവ് പറയുന്നത് അത് ആരും ആയിക്കൊള്ളട്ടെ. അന്നത്തെ സമൂഹത്തിന്റെ നില അനുസരിച്ച് ആ ശമരിയക്കാരന്റെ ശുശ്രൂഷ ഏൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നല്ല ശമരിയക്കാരനെ പഠിച്ചത്. കർത്താവിന്റെ ശിഷ്യൻ, കർത്താവിന്റെ കുരിശിന്റെ ഒരു പ്രത്യേകത, ആ കുരിശിൽ കർത്താവിനെ കാണുന്നുണ്ട് എങ്കിൽ അവന്റെ ഒരു പ്രത്യേകത മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നതായിരിക്കണം. മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള മനസ്സ് എനിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം. പലപ്പോഴും ഉൾക്കൊള്ളൽ എന്ന് പറയുന്നത് രസകരമായ സംഭവമല്ല. നമ്മൾ രസമായിട്ടൊക്കെ തോന്നും, പക്ഷേ ഭയങ്കര വേദനയാണ്. ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഭയങ്കര വേദനാജനകമാണ്. വേറൊരു തലത്തിൽ ജീവിക്കുന്ന ഒരാളിനെ എന്നിലേക്ക് ഉൾക്കൊള്ളുക, അപ്പോൾ അവിടെ ചിലപ്പോൾ പല കാര്യങ്ങൾ കൊളാപ്സ് ആയെന്ന് വരാം, പല കാര്യങ്ങൾ ഇല്ലാതായെന്ന് വരാം, എന്റെ പല ഉത്തരവാദിത്തങ്ങൾ ഇല്ല എന്ന് വരാം, എന്റെ പല രീതികൾ ഇല്ലാതായെന്ന് വരാം. ശബരിയക്കാരനെന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അവൻ ഏതോ വഴി പോകുന്ന വഴിക്കാണ് അവന് കണ്ടത്. അവനതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അവനെടുത്ത വഴിയമ്പലത്തിൽ കൊണ്ടുപോയി. എത്ര സമയം അവിടെ പോയി, എത്ര ചെലവിട്ടു, അവിടെ എന്തെല്ലാം അവനോട് സംസാരിക്കേണ്ടി വന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തോട് തിട്ടപ്പെടുത്തി നോക്കണം. എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ കർത്താവേ ഞാൻ മറ്റുള്ളവനെ ഉൾക്കൊണ്ടിട്ടുണ്ടോ, മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നത് കൊണ്ട് എനിക്കെന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് കുരിശെന്നാണ്. മറ്റുള്ള ഒരാളെ ഞാൻ ഉൾക്കൊണ്ടത് കൊണ്ട്, മറ്റുള്ള ഒരാളെ ഞാൻ സ്വീകരിച്ചത് കൊണ്ട്, ആ ആളിന്റെ നന്മയ്ക്കായിട്ട് ഞാൻ പ്രവർത്തിച്ചതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ദോഷമോ നഷ്ടമോ നിന്ദയോ പരിഹാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് കുരിശെന്നാണ്. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനയല്ല കുരിശ്, മറ്റുള്ളവരുടെ വേദന ഏറ്റെടുക്കുന്ന കുരിശ്. മറ്റുള്ളവരുടെ വേദന അത് ഏറ്റെടുക്കുന്നതാണ് നമ്മുടെ കുരിശ്. ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ ഫലമേൽപ്പിക്കാൻ ദൈവത്തിന്റെ കരങ്ങളിൽ കർത്താവേ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് താഴ്ത്തിയേൽപ്പിക്കുകയാണ്. ഞാൻ ഈ സമയം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. നമ്മൾ സമരങ്ങൾക്കൊക്കെ പോയിട്ട് നമ്മളവിടെ പോയി പറയും എല്ലാ ഐക്യദാർഢ്യവും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. എവിടെ ചുമ്മാ പറഞ്ഞിട്ട് ഇന്ന് പോരും, ഇതെന്ന് പത്രത്തിൽ വരും, ഇതിൻ്റെ ആളുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു, അത്രയേ ഉള്ളൂ. പരിപാടി ഇവിടെ നടത്തിയാണ്. ഐക്യദാർഢ്യം എന്ന് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടുള്ള സമർപ്പണം. കർത്താവേ, അങ്ങയുടെ കുരിശ് എനിക്കൊരു ഉത്തരവാദിത്വമാകണം. കർത്താവിന്റെ കുരിശ് എനിക്കൊരു ഉൾക്കൊള്ളലാകണം. അതെന്റെ പൂർണ്ണ പിന്തുണയാണ്, എൻ്റെ പൂർണ്ണ ഐക്യദാർഢ്യമാണ് എന്ന് നമുക്ക് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കാം. എന്താണ് എൻ്റെ യോഗ്യത? ആ ക്രൂശിനോട് നോക്കി ഇങ്ങനെ ഉറച്ച വാക്കുകൾ പറയണമെങ്കിൽ എന്താണ് എൻ്റെ യോഗ്യത? ആ കുഞ്ഞിന്റെ വാക്കൊന്ന് പറയാൻ പറ്റുമോ? പിതാവേ, എൻ്റെ അയോഗ്യതയാണ് എൻ്റെ യോഗ്യത. പിതാവേ, എൻ്റെ അയോഗ്യതയാണ് എൻ്റെ യോഗ്യത. കുഞ്ഞിലെ മാഷ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം.
എനിക്ക് പൊക്കമില്ല, ഞാൻ കുള്ളനാണ്, അതാണ് എൻ്റെ പൊക്കം. ഒരാൾ രസകരമായി ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. ആരും നമ്മൾ ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല, ചിലപ്പോൾ നമ്മുടെ രീതികളൊക്കെ വെച്ച് ചിലപ്പോൾ ആരും ഒന്നും അടുക്കത്തില്ല നമ്മളെടുത്ത്. കാരണം എന്താ, നമ്മൾ അങ്ങനെയാണ്, നമ്മൾക്ക് അങ്ങനെ ആരും ഒരുപാടൊന്നും കൂട്ടുകൊടുക്കില്ല. അതേ പറഞ്ഞു, KSRTC ബസ്സിൽ എത്ര സീറ്റുണ്ട്? 30 കൂടുതൽ സീറ്റുണ്ട്. എന്നാൽ കോടികൾ വില വരുന്ന ഓഡിയിലും ബസ്സിലൊക്കെ എത്ര സീറ്റുണ്ട്? ചിലപ്പോഴൊക്കെ 2 സീറ്റ്, ചില കാറുകളിൽ 3 സീറ്റ്. ചിലപ്പോൾ ഈ കർത്താവിൻ്റെ കുരിശെടുത്തുകൊണ്ട് ആരും നമ്മുടെ വരത്തില്ലേ. ചിലപ്പോൾ ഒരു നല്ല വാക്ക് പറയാൻ ആരും കാണത്തില്ലേ. ചിലപ്പോൾ ഒരു നല്ലത് പറയാനായിട്ട് ആരും നിങ്ങൾക്ക് വരത്തില്ല. ആരും നമ്മൾ വിളിച്ച് അവാർഡ് തരത്തില്ല, പൊന്നാട് അണിയിക്കത്തില്ല. പക്ഷെ ഓർത്തു കൊള്ളണം, നമ്മളൊരു ബ്രാൻഡാണ്. നമ്മളൊരു ബ്രാൻഡാണ്. കർത്താവിന് വേണ്ടി ഒരു ബ്രാൻഡാണ്. അതിലപ്പുറം ഒന്നുമില്ല, അതിലപ്പുറം ഒന്നും ചെയ്യാനായിട്ടില്ല. ഈ രാത്രി നമ്മളെ തന്നെ സമർപ്പിക്കുന്ന, നമ്മളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രിയായിട്ട് മാറും. കർത്താവേ, അങ്ങയുടെ ക്രൂശ് എനിക്ക് താല്പര്യമാണെന്ന് പറയാം. ഇവിടെ പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാണ് തൻ്റെ ജീവനെ കളഞ്ഞാണ് അവനെന്ത് പ്രയോജനം? കർത്താവിൻ്റെ ശിഷ്യൻ അങ്ങനെ ഒരു ഗതി വരരുത്, എനിക്കങ്ങനെ ഒരു ഗതി വരരുത്. കർത്താവെ, അങ്ങയുടെ കുരിശ് എൻ്റെ ഉത്തരവാദിത്വമാണ് മാറുന്നത്. കർത്താവെ, അങ്ങയുടെ കുരിശ് എനിക്ക് ഒരു ഉൾക്കൊള്ളലായിട്ട് മാറണം. അതിനെന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ തലകളെ വണക്കാം, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഗ്രഹമാണ്.